അരെ വാ 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 ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ട ബിഗ് ബോസ് ഒന്നും അല്ല ഈ ഒരു സീസൺ 8 വരാൻ പോകുന്നത് അഗ്നി പരീക്ഷയും കൊണ്ടാണ്. അഗ്നി പരീക്ഷയുടെ ആ ഒരു പ്രൊമോ വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യമേ കുറച്ചൊന്ന് കോരിത്തെരിച്ചതാണ്. ഇപ്പതേ വീണ്ടും വേറൊന്നും കൊണ്ടല്ല, നിലപാടിന്റെ രാജകുമാരൻ അഖിൽ മാരാർ നോ ട്രസ് പാസിംഗ് എന്നും പറഞ്ഞിട്ട് അഖിൽ മാരാറിന്റെ ഒരു എൻട്രിയാണ് ആ തുടക്കം തീക്കകത്ത് കാണിക്കുന്നത്. പിന്നെ അങ്ങോട്ട് രഞ്ജിനി ഹരിദാസ്, പിന്നെ അങ്ങോട്ട് നമ്മുടെ റിയാസ് സലീം, ഈ 3 പേരും തന്നെ ഉണ്ടെന്ന് നമുക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ട്. റിനീഷയാണ് ആങ്കർ ആയിട്ട് വരുന്നെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. അതൊക്കെ ഏഷ്യാനെറ്റ് തന്നെ പുറത്തു വിട്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രൊമോയിൽ ഇതൊന്നും അല്ല ഏറ്റവും വലിയ കോമഡി. അതിലേക്ക് ഞാൻ എത്താം. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ബി ഗ്രാൻഡ്മ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ കുറച്ചധികമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ആയിട്ട് വരുന്നില്ലായിരുന്നു, പക്ഷേ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് ഇടയ്ക്ക് മറക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണാം. എന്തായാലും ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ചില്ലറ സീസൺ അല്ല മക്കളെ, തീയാണ്, തീ പരീക്ഷയാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ അഖിൽ മാരാര് ഇതിന് വരും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ചാൻസ് ഉണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അഖിൽ മാരാര് വരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഒരു നിലപാടില്ലാത്ത ആളാണ്. ഇപ്പൊ BJP-യിലൊക്കെ പോയിട്ട് പിന്നെ തിരിച്ചു കറങ്ങി വീണ്ടും തറവാട്ടിലേക്ക് തന്നെ വന്നു. ബിഗ് ബോസിലേക്കേ വരുത്തില്ല എന്ന് പറഞ്ഞ അഖിൽ മാരാരാണ്. ഓക്കെ, ആ വിഷയം നമുക്ക് വിടാം. എന്തായാലും അഖിൽ മാരാര് വരുന്നുണ്ട്. പക്ഷേ ബാക്കി 2 പേര് അവര് തീപ്പൊരിയാണ്. ഒന്ന് രഞ്ജിനി ഹരിദാസ്, നമ്മുടെ ഡൽഹിയിലൊക്കെ പോയി ആള് ഭയങ്കര ആവേശത്തോടൊക്കെ നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നാട്ടിലേക്ക് എത്തിയോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇതുവരെ തിരിച്ചെത്തിയില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. ഏതായാലും രഞ്ജിനിയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഇതുവരെ ഏഷ്യാനെറ്റിലൂടെയാണ് രഞ്ജിനി ഇത്ര ഹിറ്റായത്. ആങ്കറിംഗ് എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് രഞ്ജിനിയെ നന്നായിട്ട് അറിയാം. അതുപോലെ ഇത് ആങ്കറായിട്ടല്ല വരുന്നത്, ജഡ്ജായിട്ടാണ് വരുന്നത്. അതും അഖിൽ മാരാരും ആ പാനലിൽ ഇരിപ്പുണ്ട്. ഇനി റിയാസ് സലീം, എനിക്കൊന്നും പറയാനില്ല, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഈ പറയുന്ന രഞ്ജിനി, റിയാസ് സലീം, അഖിൽ മാരാർ, ഇവര് 3 പേരുടെയും 3 വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ഇവര് 3 പേരും ജഡ്ജായിട്ട് ഒരേ പാനലിൽ വരുമ്പോഴത്തേക്കും ഒരു സാധാരണക്കാരൻ ഇവരുടെ 3 പേരുടെ ഇടയിൽ ഇട്ട് കൊടുത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ശരി, ഈ അഖിൽ മാരാറിനെ കൊണ്ടുവന്നതിന്റെ ഒരു റിയൽ റീസൺ എന്താണെന്നറിയോ? ഈ നിലപാടില്ലാത്ത അഖിൽ മാരാറിന്റെ മണ്ടക്കടിക്കാൻ വേണ്ടിയിട്ടാണ് രഞ്ജിനിയും റിയാസും മിക്കവാറും വരാനുള്ള ചാൻസ്. അങ്ങനെയായിരിക്കും മിക്കവാറും നടക്കാൻ പോകുന്നത്. ഇതിന്റെ ഇടയിൽ പാവപ്പെട്ട കുറച്ച് 40 പേരുണ്ട്. അവർ 21 ദിവസം എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. ഈ അഗ്നി പരീക്ഷ എന്ന് പറയുന്നത് തന്നെ ഈ 3 ജഡ്ജസ് ആണ് എന്നുള്ളത് തുടക്കമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് താണ്ട ഉറപ്പിച്ചോ, ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി റിനീഷ വന്നിട്ട് പാവം റിനീഷ എന്തോ ചെയ്യുമോ എന്തോ. ഏതായാലും ശരി, ഈ ഒരു സീസണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ മെയിൻ ആയിട്ടും ഈ ജഡ്ജസ് തന്നെയാണ്. പക്ഷേ അതിനകത്ത് മറ്റെന്തൊക്കെ ടാസ്കുകളുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന അഗ്നി പരീക്ഷയുടെ പ്രൊമോയിൽ ലാലേട്ടൻ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അഗ്നി പരീക്ഷയിൽ ലാലേട്ടൻ എത്രത്തോളം എപ്പിസോഡിൽ വരും എന്നുള്ളത് അറിയില്ല. ഏതായാലും ഒരു വീക്കിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ലാലേട്ടൻ വരാനുള്ള സാധ്യത 100% കാണുന്നുണ്ട്. അതായത് സാധാരണക്കാർക്ക് ഈ 40 പേർക്ക് ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടിയില്ലെങ്കിലും ലൈഫിലെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ടൈം ആയിരിക്കും അവരുടെ ലൈഫിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും മികച്ച ദിവസങ്ങളായിരിക്കും ഈ 21 ദിവസം. പിന്നെ കുറച്ച് ആണി എടുത്തെറിയുകയും തീ കത്തിക്കുകയൊക്കെ ചെയ്യുന്ന പ്രൊമോയിലെ സീൻസ് ഉണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറയുന്നത് പ്രൊമോ ഒന്ന് ഹിറ്റ് ആകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നിങ്ങൾ എന്തായാലും ആണിയുടെ മുകളിലൂടെയും തീയുടെ മുകളിലൂടെയും ഒന്നും നടക്കേണ്ടി വരത്തില്ല. അതിലും വലിയ വമ്പൻ കുറച്ചധികം തല പുണ്ണാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊന്നും പിണ്ണാക്കാക്കി വെക്കരുത്. പിന്നെ ഈ ഒരു സീസണിൽ ഈ അഗ്നി പരീക്ഷ തുടങ്ങുന്നത് ആ ഒരു ഇൻട്രോ, അതായത് ഇൻട്രോ കാണാതെ എന്ത് ക്ലൈമാക്സ് എന്ന് ചോദിക്കുന്ന ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊമോ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ മസ്റ്റായിട്ടും ബിഗ് ബോസ് കാണുന്നതിനൊപ്പം തന്നെ ഈ പറഞ്ഞ അഗ്നി പരീക്ഷ കണ്ട് വിജയിപ്പിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ലാലേട്ടാ? കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇനി അങ്ങോട്ട് 3 മാസമല്ല 5 മാസം മലയാളികൾക്ക് വേറെ എങ്ങും പോകണ്ട. ഈ ഓൾമോസ്റ്റ് മലയാളികളിൽ ഒരു പ്രത്യേക ഒരു ടീമുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു എനർജി ഡ്രിങ്ക് ആണ്. ഇതേ കണ്ടില്ലേ, എന്റെ എനർജി കണ്ടില്ലേ? ഇന്ന് രാവിലെ തൊട്ട് ഞാൻ പണിയൊക്കെ എടുത്തിട്ട് കുഴഞ്ഞിട്ട് വന്നതാണ്. എന്നിട്ട് എനിക്ക് എനർജി കണ്ടോ? അതാണ് ആ എനർജി നിങ്ങൾക്കും ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തുടക്കം ഈ എനർജി ഭയങ്കരമായിരിക്കും കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു വെച്ചാൽ കഴിഞ്ഞ സീസണിലൊക്കെ പോലെ PR ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ അങ്ങോട്ട് പോകും, കുറച്ച് തള്ളി ഉന്തിയൊക്കെ പോകും. പക്ഷെ PR വരുന്നത് ഒരു പക്ഷെ കഴിഞ്ഞ സീസണിൽ ഇത്ര വിസിബിൾ ആയതുകൊണ്ട് ഈ സീസണിൽ ഇതിനപ്പുറം വിസിബിൾ ആകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ പറയുന്ന സാധാരണക്കാർക്ക് വരെ, അതായത് ഈ 40 പേരിൽ നിന്ന് സെലക്ട് ആകുന്ന ഒന്നോ അതിലധികമോ പേരെന്ന് റിയാസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ അതിലധികമോ പേർക്കും ഈ പറയുന്ന PR ഈക്വൽ ആയിട്ട് കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ PR വരുമ്പോഴത്തേക്കും PR കുറച്ചും കൂടെ വിസിബിൾ ആകും. അങ്ങനെ PR കൂടെ ചേർന്നൊരു മത്സരമായിരിക്കും ഇത്തവണ എന്തായാലും ഉണ്ടാകാൻ പോകുന്നത്.
പോകുന്നത്. ഞാൻ ഈ PR-ന്റെ പേര് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ സീസണിലെ കാര്യമൊന്നും ഇനി ആരും പറയല്ലോ ദയവ് ചെയ്തിട്ട്. അപ്പോൾ ഏതായാലും ശരി, നിങ്ങൾക്ക് ആ പ്രൊമോ കണ്ടിട്ട് എന്ത് ഫീലാണ് തോന്നിയത്? നിങ്ങൾക്കും കത്തിയോ? തീ ആളി കത്തട്ടെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ BB Grandma നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പൊ ഞാൻ പോയി ബൈ.